മാംഗല്യം 27. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. കയ്യിലിരിക്കുന്ന പാല് പാതകത്തിലേക്ക് വെച്ചുകൊണ്ട് പെണ്ണതിലേക്ക് എഴുന്നേറ്റ് നിന്നു. പൂവേ, വെറുതെ വാശി കാണിക്കാതെ മര്യാദയ്ക്ക് കുടിക്കുന്നുണ്ടോ? എന്നും ഇതുപോലെ ഹോർലിക്സ് ഇട്ട് തന്നെയല്ലേ നിനക്ക് മുത്തശ്ശൻ തരുന്നത്? ഇങ്ങനെയല്ല, അരിക്ക് ഒന്നും ആയില്ല. ഹോർലിക്സ് മുത്തശ്ശനാ ഇഷ്ടം, ബൂസ്റ്റാ എനിക്ക്. ഹോർലിക്സിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ബൂസ്റ്റിൽ ചൂണ്ടിക്കാണിച്ച് മോള് നെറുകയിൽ തല്ലി. സോറി, അച്ഛയ്ക്ക് അറിയില്ലായിരുന്നു. ഹരിയുടെ ശബ്ദം താഴ്ന്നു. അതിന് മുത്തശ്ശി അല്ല എന്നെ നോക്കുന്നേ, അരിയല്ലല്ലോ. അവന്റെ കയ്യിലൂടെ നിലത്തേക്ക് ഊർന്നിറങ്ങിക്കൊണ്ട് കുഞ്ഞു മുകളിലേക്ക് നോക്കി പിണങ്ങി. ഹരി ഒരു നിമിഷം നിശബ്ദനായിപ്പോയി. മുത്തശ്ശി എപ്പോ വരും അരി? എനിക്ക് മുത്തശ്ശിയെ കാണണം. നിച്ച മുത്തശ്ശി മാഗി ഉണ്ടാക്കി തരാന്ന് പഞ്ഞിയാ, തന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഒരേ വാശിയാണ് കുഞ്ഞ്. നേരം കഴിയുന്തോറും അവളുടെ വാശി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ അച്ഛന് പകരം താനായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞ് ഇത്രയും വാശി പിടിക്കില്ലെന്ന് പോലും തോന്നി അവന്. അല്ലെങ്കിലും അവർ തമ്മിൽ വല്ലാത്തൊരു ബോണ്ടാണ്. മുത്തശ്ശനും കൊച്ചുമോളും എന്നതിലുപരി അവര് ഭയങ്കര ഫ്രണ്ട്സാണ്. അങ്ങനെ അത്രയും സന്തോഷിച്ചു നടന്ന രണ്ടുപേർക്കിടയിലേക്കാണ് താൻ കയറി ചെന്നത്. അവന് അച്ഛന്റെ കാര്യം ഓർക്കെ സങ്കടം കൊണ്ട് പിന്നെയും കണ്ണു നിറഞ്ഞു. അരി, അരി എന്തിനാ കയ്യുന്നേ? പോത്തെ, ഷോറി, അരി കയ്യല്ലേ, പ്ലീസ്. അവൻ കരയുന്ന കണ്ടതും കുഞ്ഞും ഒപ്പം കരയാൻ തുടങ്ങി. അമ്മ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. പ്ലീസ് അമ്മേ, ഒന്ന് അവിടെ വരെ ചെല്ല്. മാഷില്ലാതെ ആ കുഞ്ഞ് എന്തായെന്നറിയില്ല. കുറെ നേരം കൊണ്ട് മണിക്കുട്ടി സീതയോട് അപ്പുറത്ത് പോയി മോളെ തിരക്കാൻ പറയുകയാണ്. എന്തേ വെറുതെക്കാരുടെ കൂടെയൊന്നുമല്ലല്ലോ, സ്വന്തം അച്ഛന്റെ കൂടെയല്ലേ മോള്. അവനാണെങ്കിൽ കുഞ്ഞിനെ നന്നായി നോക്കാനും അറിയാം എന്നൊരു അഹങ്കാരവും. സീതയ്ക്ക് പിന്നെയും പിന്നെയും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്റെ പൊന്നമ്മേ, അത് വിട്. അപ്പോഴത്തെ ദേഷ്യത്തിന് വല്ലതൊക്കെ പറഞ്ഞു പോയതാവും. നിങ്ങളൊക്കെ അതിന്റെ വാലിൽ പിടിച്ച് ദേഷ്യം കാണിക്കാതെ കുഞ്ഞിനെ പറ്റി ഒന്ന് ഓർത്തു നോക്ക്. ഇപ്പൊ തന്നെ ഉച്ചയായി. മാഷ് അവിടെയെന്നറിയാതെ സാറ് വിഷമിച്ചിരിക്കുമ്പോൾ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ചേടാ, നിന്റെ ഈ പറച്ചിലും ബഹളവും ഒക്കെ കണ്ടാൽ തോന്നുമല്ലോ ഇന്നലെ അവൻ ചീത്ത പറഞ്ഞത് മുഴുവനും എന്നെയും ശ്രീധരേട്ടനെയുമാണെന്ന്. ഇന്നലെ അവൻ ഈ വേണ്ടാതിനെ മൊത്തം പറഞ്ഞത് നിന്നെ തന്നെയല്ലേ? എന്നിട്ടിപ്പോൾ അവന് വേണ്ടി വാദിക്കാൻ നീ തന്നെ മുന്നിട്ട് വന്നേക്കുവാണോ? എന്തേ, ഇന്നലത്തെ വീഴ്ചയിലെ നടുവേദനയൊക്കെ മാറിയോ? സീതമ്മ എഴുന്നേറ്റ് നിന്ന് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ തല കുനിച്ചു. ഇന്നലെ മോളുമായി വീണ വീഴ്ച അത്യാവശ്യം നടുവിനെയൊക്കെ ഇളക്കി മറിച്ചിട്ടുണ്ട്. സീതമ്മയുടെ തന്നെ കുഴമ്പിട്ട് ചൂടുവെള്ളത്തിൽ പിടിച്ചതിന്റെ ഒരാശ്വാസത്തിലാണ് ഈ നിൽപ്പ് പോലും. അല്ലാതെ ഇപ്പോഴും നല്ല വേദനയാണ്. പക്ഷെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും തന്റെ മുഖത്തെ വേദന അമ്മയ്ക്കറിയാൻ പറ്റുന്നുണ്ട്. അതിന്റെയാണ് ഈ ദേഷ്യം. ഒപ്പം മാഷ് ഇതുവരെ എവിടെയാണെന്നറിയാത്തതിന്റെ ഒരു ടെൻഷനും കൂടി ആൾക്കുണ്ട്. എനിക്ക് വേദന ഒന്നുമില്ലമ്മേ, സത്യം. അമ്മ മോളെ ഒന്ന് നോക്കിയിട്ട് വാ. ഒപ്പം ഇന്നലെ കരഞ്ഞിട്ട് കുഞ്ഞിനി വല്ല വയ്യാഴികയും ഉണ്ടോന്നറിയില്ലല്ലോ. അവളുടെ മുഖത്തെ പേടിയും പരിഭ്രമവും കണ്ട് അവസാനം സീത എഴുന്നേറ്റു. നീ ഒറ്റ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇന്നൊരു ദിവസം കൊണ്ട് ഞാൻ ആ ചെക്കനെ മര്യാദ പഠിപ്പിച്ചേനെ. അവളെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് സീത എഴുന്നേറ്റതും കുഞ്ഞിന് കൊടുക്കാനായി എടുത്തുവെച്ച ആഹാരം അത്രയും ഒരു കവറിലാക്കി അവൾ അമ്മയ്ക്ക് നേരെ നീട്ടി. അത് പിന്നെ അവിടെയൊന്നും ഉണ്ടാക്കി കാണില്ലമ്മേ. രാവിലെ കരഞ്ഞുകൊണ്ട് വന്നു കയറി അച്ഛനെ തിരക്കിയ കണ്ണുകൾ ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു സങ്കടം വരുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ പൂവിന് ഒരു നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്ത് അച്ഛന്റെ ഫോണിലേക്ക് പിന്നെയും ഡയൽ ചെയ്യുകയായിരുന്നു ഹരി. ആ നേരത്താണ് ചേച്ചിയുടെ ഫോൺ വരുന്നത്. ചേച്ചി, ആദ്യം പറയണ്ടെന്ന് കരുതിയതാണ്. നിങ്ങൾ അച്ഛനും മോനും എന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചതുമാ. എങ്കിലും ഞാൻ നിന്റെ ചേച്ചിയല്ലേ, അതുകൊണ്ട് മാത്രം പറയുക. അച്ഛൻ ദേവൻ തിരുമേനിയുടെ വീട്ടിലുണ്ട്. എന്നോട് എന്നോട് പിണക്കമായിരിക്കും അല്ലേ ചേച്ചി? അല്ലടാ, പ്രേമമാ. അതുകൊണ്ടാ നിന്നെ ഇട്ടിട്ട് പോയത്. ഒരൊറ്റ ചാട്ടമായിരുന്നു നർമ്മദ. അത് വിട്. നീ മോളും എന്ത് കഴിച്ചു? ഞാൻ നൂഡിൽസ് കഴിച്ചപ്പേ. അരി ഒന്നുമില്ല. ഹരിയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് പൂവ് വലിയ വായിലെ പറഞ്ഞു. പൂവേ, അപ്പച്ചിയുടെ പൊന്നേ. അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ മാറി നർമ്മദയുടെ വാത്സല്യം നിറഞ്ഞ വിളി മോളെ തേടി എത്തിയതും ഹരി അത്രയും സങ്കടത്തിലും ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ കുറെ നേരം എന്തൊക്കെയോ പറഞ്ഞിരുന്നവർ അവസാനം ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞ്
ചേച്ചി നിർബന്ധിച്ചാണ് ഫോൺ വെച്ചത്. അപ്പോഴാണ് ആരോ വാതിൽ കടന്നു വരുന്നത് ഹരി കണ്ടത്. സീതയാണെന്ന് കണ്ടതും അവൻ മെല്ലെ എഴുന്നേറ്റു. പൂ പിന്നെ മുത്തശ്ശി എന്ന് പറഞ്ഞ് ചാടി ദേഹത്തേക്കങ്ങ് കയറി. ഇന്നലെ വീണപ്പോൾ മോൾക്ക് മുറിഞ്ഞായിരുന്നോടാ കണ്ണാ? അവളുടെ ദേഹമാകെ തലോടി സീത ചോദിച്ചു. നോ, നാം പേച്ചുപോയി, അതാ കഞ്ഞേ. കുഞ്ഞ് ചിരിയോടെ പറഞ്ഞതും സീത രൂക്ഷമായി ഹരിയെ ഒന്ന് നോക്കി. അവൻ അപ്പോഴും തല കുമ്പിട്ട് തന്നെ ഇരിക്കുകയാണ്. ആ ഇരുത്തം കണ്ടതും ആ നേരം വരെ ദേഷ്യം മൂടിയ മനസ്സിലേക്ക് പെട്ടെന്ന് സങ്കടം വന്ന് നിറഞ്ഞു. കാണുന്ന അന്നു മുതൽ എന്നും രാവിലെ കുളിച്ച് മുടിയെല്ലാം ഒതുക്കി വളരെ ശാന്തനായി കാണുന്നവനാണ്. അവനാണ് ഇന്നിപ്പോൾ ഇങ്ങനെയൊരു അലസഭാവത്തിലും വികൃത രൂപത്തിലും. എത്രയൊക്കെ ദേഷ്യം കാണിക്കണമെന്ന് വിചാരിച്ചിട്ടും അവന്റെ ആ ഭാവം അവരിൽ തീർത്തത് വല്ലാത്തൊരു ഹൃദയവേദനയായിരുന്നു. മുത്തശ്ശിയുടെ കുഞ്ഞ് എന്ത് കഴിച്ചടാ? നാൻ നൂഡിൽസ് കഴിച്ചു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മുത്തശ്ശ ಬೇರೆ ആതായിരുന്നേ. ഇത് ഇവിടെയൊക്കെ സ്റ്റിക്കിയായി. അയ്യേ! മുഖമാകെ വല്ലാത്ത രീതിയിൽ വെച്ച് കുഞ്ഞങ്ങനെ പറയുന്ന കണ്ടതും അവരുടെ നോട്ടം പിന്നെയും ഹരിയുടെ നേരെ പോയി. അപ്പൊ കുഞ്ഞിന് ബൂസ്റ്റ് കുടിച്ചില്ലേടാ? ഹരി പെട്ടെന്നവരെ മുഖമുയർത്തി നോക്കി. സീതയ്ക്കുമ്മയ്ക്ക് പോലും അറിയാമോ ഇവള് ബൂസ്റ്റാ കുടിക്കുന്നതെന്ന്? അവന്റെ ഞെട്ടലിന്റെ ആ ചോദ്യമായിരുന്നു മുഴച്ചു നിന്നത്. എന്താ ഹരി? ഒന്നുമില്ല. ഹരി എഴുന്നേറ്റേ, എന്നിട്ട് പോയി കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറിവാ. ഇതെന്ത് കോലമാ നോക്കിയേ. തിരിച്ച് ഒരു മറുപടിയും പറയാതെ അവൻ എഴുന്നേറ്റു. നടന്ന മുറിയുടെ വാതിലെത്തിയതും അവൻ തിരിഞ്ഞു നോക്കി. ഹരി പേടിക്കണ്ട, മോൾക്കൊപ്പം ഞാൻ കാണും. അതുപോലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയുമില്ല. എത്ര പറയണ്ടെന്ന് വെച്ചിട്ടും സീതയുടെ നാവ് ചതിച്ചു. പക്ഷെ അതവനെ നല്ലോണം നോവിച്ചെന്ന് ആ കണ്ണു നിറഞ്ഞിരിക്കുന്ന കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അവരും വല്ലാതെയായി. പിന്നെ ഒരു നിമിഷം പോലും അവിടെ കാത്തു നിൽക്കാതെ അവൻ വേഗം മുറിയിലേക്ക് കയറിപ്പോയി. ഷവറിനടിയിൽ എത്ര നേരം നിന്നൂന്നറിയില്ല. ശരീരമാകെ തണുത്തിട്ടും ഉള്ളിലെ വേവ് അല്പം പോലും കുറയുന്നില്ല. അച്ഛൻ എവിടെയുണ്ടെന്നറിഞ്ഞെങ്കിലും തന്റെ ഫോൺ എടുക്കാത്തത് കൊണ്ടും ഒന്നും സംസാരിക്കാത്തത് കൊണ്ടും ഹൃദയമാകെ വരിഞ്ഞു മുറുക്കുന്ന പോലെ വേദനയാണ്. ഏത് നേരത്താണോ അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്? കൈമുഷ്ടി ചുരുട്ടി ദേഷ്യം തീർക്കാനെന്നോണം ചുമരിലേക്ക് എത്ര തവണ ഇടിച്ചു എന്നറിയില്ല. ഇത്രയും നേരം കഴിഞ്ഞിട്ടും കുളിക്കാൻ പോയവനെ കാണാത്തതിന്റെ ചെറിയൊരു പരിഭ്രമത്തിൽ കുഞ്ഞിനെയും എടുത്ത് അവന്റെ മുറിയിലേക്ക് സീത നടന്നു ചെല്ലുന്ന നേരത്താണ് ആ മുറിയുടെ വാതിൽ തുറന്നത്. ഇതെന്താ ഹരി, തല നന്നായി തുവർത്തിയില്ലേ? സൈഡിലേക്ക് ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികളെ കണ്ടുകൊണ്ട് ടീച്ചർ ചോദിച്ചതും അവന്റെ കണ്ണിൽ ഒരു ഞെട്ടൽ അവർ കണ്ടു. ഒരു കൊച്ചിന്റെ അച്ഛനായി അവൻ ഇപ്പോഴും നന്നായി തല തുവർത്താൻ അറിയില്ല. അതിനല്ലേ അച്ഛൻ? ആടാ, വളർന്നു പോത്തുപോലെ മകന്റെ തല തുവർത്തിയെടുക്കുകയാണ് അച്ഛന്റെ ജോലി. അവന്റെ കയ്യിൽ നിന്നും തോർത്തു വാങ്ങി മാഷ് തല തുവർത്തി കൊടുക്കുന്നതിനിടയിലും ശരിക്കും ശകാരിക്കുന്നുണ്ടായിരുന്നു. ഹരി, ഹരി! എന്തോ ആലോചിച്ചു നിൽക്കുന്നവനെ സീത കയ്യിൽ 2 തട്ട് കെട്ടിയതും അവൻ ഞെട്ടി അവരെ നോക്കി. എന്താ ഹരി, എവിടെയാ നീ? ഏയ്, ഒന്നുമില്ല. അവരൊന്ന് മൂളി അവനെ നോക്കി. അപ്പോഴേക്കും അവൻ അകത്തേക്ക് പോകുന്ന കണ്ടു. ഇത്തിരി കരഞ്ഞ് ഇറങ്ങി വരുമ്പോഴും തല തുടച്ചിട്ടുണ്ട് എന്നല്ലാതെ അത് ചീവിയിട്ടൊന്നുമില്ല. ഹരി ഇരിക്ക്, ഞാൻ കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിക്കാൻ നോക്ക്. എനിക്ക് വേണ്ട സീതമ്മേ. അതെന്താ, അപ്പുറത്തു നിന്ന് കൊണ്ടുവന്നൊന്നും കഴിക്കില്ല എന്ന് തീരുമാനിച്ചോ? പെട്ടെന്നാണ് അവരുടെ ശബ്ദം ഉയർന്നത്. അങ്ങനൊന്നുമില്ല. അവരുടെ ശബ്ദം മാറിയതിന്റെ ഞെട്ടലിൽ അവൻ പെട്ടെന്ന് മുഖത്തു നോക്കി പറഞ്ഞു. ഞാൻ കുഞ്ഞിന് ആഹാരം കൊടുത്തിട്ടുണ്ട്, പോകുക. അവൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അവരെഴുന്നേറ്റതും അവൻ ആ കൈവെള്ളയിൽ പിടിച്ചു. എനിക്ക് അച്ഛൻ വിശക്കാഞ്ഞിട്ടാ. അവന്റെ സ്വരമിടറി കണ്ണിൽ നിന്നൊരു തുള്ളി വീണതും സീതയും വല്ലാതെയായി. ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടും കരഞ്ഞും ഇരുന്നാൽ മതിയല്ലോ. അറിയാതെ ഇനി ഞാൻ അങ്ങനെയൊന്നും. അമ്മ പോയിട്ടും ഇന്ന് വരെ അച്ഛൻ തന്നിൽ നിന്ന് അകന്നിട്ടില്ല. ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഒപ്പം തെറ്റ് മുഴുവനും തന്റെ ഭാഗത്താണെന്നുള്ള ഓർമ്മ വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ട്. ഇത്രയും വലുതായി എന്നിട്ടും കരയുക. നീ പറഞ്ഞത് ഇത്തിരി കൂടുതൽ തന്നെയാ. ആൾക്ക് സഹിച്ചു കാണത്തില്ല. അതിന്റെ ചുമ്മാ ഒരു കേന്തി കാണിക്കുന്നതല്ലേ. അല്ല, നിന്നെ വിട്ട് എവിടെ പോകാനാ? മിക്കവാറും വൈകുന്നേരം തന്നെ പെട്ടിയും കിടക്കയും എടുത്തു പോരും. വരുമ്പോ നീ കെട്ടിപ്പിടിച്ചൊരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് മൂങ്ങിക്കൊണ്ട് ആഹാരം കഴിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പറയുന്നതിന്റെ ഒപ്പം തന്നെ
അകത്തുപോയി ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ടുവന്ന് ഇഡ്ഡലിയും സാമ്പാറും അതിലേക്ക് വെച്ചു. കഴിക്ക് ഹരി, ഈ ചായയും കൂടി കുടിക്ക്, തലവേദന മാറും. അവരത് പറഞ്ഞതും ഞെട്ടലോടെയാണ് അവൻ കണ്ണുയർത്തി നോക്കിയത്. എനിക്ക് നല്ലോണം തലവേദന എടുക്കുന്നുണ്ടെന്ന് അമ്മ എങ്ങനെ അറിഞ്ഞു എന്ന രീതിയിൽ. എനിക്ക് തലവേദനയുണ്ടെന്ന് അച്ഛനും മോനും നല്ലവണ്ണം ചായ കുടിക്കുന്നതാണെന്ന് നിങ്ങളെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇത്തിരി കളിയാക്കലോടെ ഇത് പറയുമ്പോൾ ഒരു കുഞ്ഞു പുഞ്ചിരി അവന്റെ ചുണ്ടിലും ഉണ്ടായിരുന്നു. മോള് കഴിച്ചിട്ട് നിന്റെ ഫോൺ എടുത്ത് കാർട്ടൂൺ ആണെന്ന് തോന്നുന്നു കാണുന്നു. അവനൊന്ന് എത്തി നോക്കി പാത്രത്തിലേക്ക് കൈയിട്ടു. ഓരോന്നൊക്കെ പറഞ്ഞു പിടിച്ച് അവർ അടുത്തിരുന്ന് തന്നെ ഹരിയെ കഴിപ്പിച്ചു. ഒക്കെ കഴിഞ്ഞവൻ പാത്രം എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് സീത ആ പാത്രം കയ്യിൽ നിന്ന് വാങ്ങുന്നത്. വേണ്ട സീതമ്മേ. നിർബന്ധിച്ച് വാങ്ങിക്കൊണ്ടവൻ പോയതും സീത മുഖം ഒന്ന് കേറ്റിപ്പിടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അവരുടെ നോട്ടം പോയിടത്തേക്ക് ഹരിയുടെ നോട്ടവും ചെന്നു. ആൽബി. ഇതിനു മുന്നേ മാഷിങ്ങനെ പിണങ്ങി വല്ലതും പോയിട്ടുണ്ടോ? ചാഞ്ഞു കിടക്കുന്ന ഓലത്തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ടായിരുന്നു ആൽബിയുടെ ചോദ്യം. ഇല്ലെന്നവൻ തല വിലങ്ങനെ ആട്ടി. അതിന്റെ അർത്ഥം നിന്റെ നാവിൽ നിന്ന് ഇതുപോലത്തെ വേണ്ടാദിനം വീഴുന്നത് ആദ്യമാണെന്ന് അല്ലേ? ആൽബിയുടെ ചോദ്യത്തിൽ ഹരി അവനെ ഒന്ന് ചൂഴ്ന്നു നോക്കി. നീ എന്നെ അതിനെ ദഹിപ്പിച്ചു നോക്കുകയൊന്നും വേണ്ട. അതിനാന്നോടാ? ഇതിപ്പോ നിന്റെ നോട്ടം കണ്ടാൽ തോന്നുമല്ലോ ഞാൻ എന്തോ പറഞ്ഞ് പിരിയിളക്കി വിട്ടതാണെന്ന്. അല്ലെങ്കിലേ മാഷിനെ പറഞ്ഞത് ആൽബിക്ക് അത്ര പിടിച്ചിട്ടില്ല. അപ്പോഴാണ് ഹരിയുടെ നോട്ടവും ഭാവങ്ങളും. അപ്പൊ പിന്നെ അവന് ചൊറിഞ്ഞു കയറാൻ കാരണം വേറെ വല്ലതും വേണോ? നീ പോയേ, അല്ലിൽ തന്നെ ആകെ പെട്ടു നിൽക്കുവ ഞാൻ. അതിനിടയിൽ നിന്നോടും കൂടി വയ്യ. ഹരി പിണങ്ങി അവനടുത്ത് നിന്ന് പോകാൻ തുടങ്ങിയതും ആൽബി അവന് വട്ടം കയറി നിന്നു. കൈമള് മാഷെ വീട്ടിൽ കാണാനില്ലെന്നറിഞ്ഞ് ശ്രീധരൻ ആദ്യം വിളിച്ച് അന്വേഷിച്ചത് ആൽബിയോടായിരുന്നു. കാരണം ആള് കവലയിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ ആൽബി മിക്കവാറും അവിടെ കാണുമല്ലോ. അവന്റെ കണ്ണും വെട്ടിച്ച് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ലേശം പാടാണ്. കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ആള് വെപ്രാളത്തിൽ തിരക്കാൻ തുടങ്ങുന്ന നേരത്താണ് മാഷിനെ കിട്ടിയ കാര്യം പിന്നെ ശ്രീധരൻ വിളിച്ചു പറയുന്നത്. അപ്പൊ പിന്നെ അതിന്റെ കാര്യമറിയാൻ ഇവിടെ വരെ വന്നതാവൻ. വിഷയമൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ഹരിയോട് നല്ല ദേഷ്യം തോന്നിയെങ്കിലും അവന്റെ അപ്പോഴത്തെ അവസ്ഥ ശ്രീധരൻ പറഞ്ഞപ്പോൾ സഹതാപവും തോന്നി. അങ്ങനെ അവനെ കയറി കാണാൻ വന്നപ്പോ തുടങ്ങിയ സംസാരമാണിത്. എന്റെ പൊന്ന് ഹരി, നീ എന്തിനാ ഈ പിള്ളേരെ പോലെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇങ്ങനെ പിണങ്ങുന്നത്? ഒന്ന് പിണങ്ങി ദേഷ്യപ്പെട്ടതിന്റെയാ ഇപ്പോൾ നീ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ദേഷ്യവും വാശിയും നീ ഒന്ന് കള. ആൽബി പറയുന്ന കേട്ടതും അവൻ തിരികെ ആ പാറക്കെട്ടിന്റെ അടുത്ത് തന്നെ പോയി നിന്നു. ദേഷ്യവും വാശിയും ഒന്നും അല്ലടോ, പക്ഷെ എന്തൊക്കെയോ ചില ചിന്തകൾ. ചില നേരത്ത് മനസ്സ് കൈപ്പിടിയിൽ നിൽക്കുന്നില്ല. അങ്ങനെ പറ്റിപ്പോയതാണ്. നെറുകയിൽ 2 വിരൽ തലോടി മെല്ലെ ഒന്ന് അമർത്തി ഞെക്കിക്കൊണ്ടവൻ കുനിഞ്ഞിരുന്നു. വന്നതും നിന്നതും ഒക്കെ പോട്ടെ. ഇപ്പൊ ചിന്തിക്കേണ്ടത് മാഷിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നാണ്. നീ പോയി ഒരു സോറി പറഞ്ഞു വിളിച്ചാൽ തിരിച്ചു വരില്ലേ? ഇല്ലെന്നാടാ ചേച്ചി പറയുന്നേ. അതിന്റെ അർത്ഥം ആള് വാശിയിലാണെന്ന്. ഏറെക്കുറെ. അതിന് നീ വിഷമിക്കണ്ട. എത്ര വാശിയുള്ള ആളാണെങ്കിലും മോളെ കാണാതിരിക്കില്ലല്ലോ. അവനെ നോക്കുമ്പോൾ പ്രതീക്ഷയുടെ ഒരു നോട്ടമായി ഹരി ആൽബിയെ നോക്കി. അത് കണ്ടതും സത്യം പറഞ്ഞാൽ പാവം തോന്നിപ്പോയി ആൽബിക്ക്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എവിടെയൊക്കെ പാളിപ്പോയ ചിലതൊഴിച്ചാൽ ഹരിനന്ദൻ ഇപ്പോഴും ആ പഴയ പാവം പിടിച്ച ഹരിനന്ദൻ തന്നെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ മോളെയും കൂട്ടി പോകാം. അവിടെ ചെന്ന് താൻ ഒരു മാപ്പ് പറഞ്ഞ് മോള് കൂടി വിളിക്കുകയാണെങ്കിൽ തന്റെ മാഷ് തന്റെ ഒപ്പം പോരും. എന്തേ? അതുവരെ വിങ്ങിയിരുന്ന മുഖം പെട്ടെന്ന് പ്രകാശം നിറഞ്ഞ പോലെ ഹരി ചാടി എഴുന്നേറ്റു. അതിന് ഇത്രയും എക്സൈറ്റഡ് ആവണ്ട. ചേച്ചി പറഞ്ഞ പോലെ ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ പോകാം. അത് കേട്ടതും അവന്റെ മുഖം വീണ്ടും മങ്ങി. താൻ ഇങ്ങനെ ബൾബ് പോലെ അണയുകയും കത്തുകയും ചെയ്യാതെ ഒന്ന് അടങ്ങി നിൽക്കടോ. ഇത് തന്നെ കൊണ്ട് തന്നെ കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ലേ? തെറ്റ് ചെയ്തതാണെന്ന് ബോധ്യമുണ്ട്. മാപ്പ് പറയാൻ തയ്യാറുമാണ്. അവിടെ തീർന്നില്ലേ പ്രശ്നം? ഒട്ടും ഇഷ്ടമില്ലായിരുന്നെങ്കിലും ആൽബി പറഞ്ഞ അഭിപ്രായം അവൻ കേട്ടു. കാരണം ചേച്ചിയും അത് തന്നെയാണല്ലോ പറഞ്ഞത്. പിന്നെയും കുറെ നേരം കൂടി ഇരുന്നവനോട് സംസാരിച്ചിട്ടാണ് ആൽബി പോകാനിറങ്ങിയത്. ഹരി, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും ശരിക്കും ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത്. എന്നുവെച്ച് പാഠം ഉൾക്കൊള്ളുന്നതൊന്നും എല്ലാവരെയും അകറ്റി നിർത്തുന്നതും രണ്ടാണ് കേട്ടോ. ഹരി അവനെ ഒന്ന് നോക്കി. ബന്ധങ്ങളിൽ ചതിവ് പറ്റിയതുകൊണ്ടാണ് താനിങ്ങനെ ഒറ്റപ്പെടാൻ നോക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എപ്പോഴും താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന തന്റെ ചേച്ചിയും അച്ഛനും അതേ ഇഷ്ടത്തോടെയും വിശ്വാസത്തോടെയും തന്റെ കൂടെ ഉണ്ട്.
അതുകൊണ്ട് ബന്ധങ്ങളൊന്നും വേണ്ട എന്നുള്ള ചിന്തയിൽ നിന്നും നല്ല ബന്ധങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സും കൂടി കണ്ടെത്തൂ. അതോടെ തന്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഹരി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും പാളിപ്പോയി. കുറച്ചു തവണയെ തന്നെ താൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് തന്നെ നല്ലൊരു കൂട്ടുകാരനായിട്ടാണ് പലപ്പോഴും തോന്നാറ്. തനിക്കും മനസ്സിൽ അങ്ങനെയൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നും എപ്പോഴും തനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തായി ഞാൻ കാണും തനിക്കൊപ്പം. ഹരിയുടെ കണ്ണൊന്ന് പിടയുന്നത് ആൽബി കണ്ടു. പാവം തോന്നി. മനുഷ്യരിൽ നല്ലതും ചീത്തയും ഉള്ളതുപോലെ തന്റെ സൗഹൃദത്തിലും ഉണ്ടടോ. ചിലതൊക്കെ പാളിപ്പോയെന്ന് വെച്ചാലും നല്ല സൗഹൃദങ്ങൾ പിന്നെയും ബാക്കി നിൽക്കും. അവന്റെ തോളിൽ തട്ടി അത് പറയുമ്പോൾ ഹരി മുന്നേയുള്ളൊരു സൗഹൃദം ഓർത്തു. തന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയ്ക്കൊപ്പം ചേർന്ന് തന്നെ ചതിച്ചവന്റെ മുഖം മനസ്സിലേക്ക് എത്തിയതും ഹരി മുഖം ഒന്ന് വെട്ടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കിയടച്ചു. കുറെ നേരമായി ഹാളിലും വാതിലുമായി ഹരി തെക്ക് വടക്ക് നടക്കുന്നു. ഗേറ്റിനവിടേക്കൊന്ന് കണ്ണു വായിച്ചെങ്കിലും ആരും വരുന്നത് കണ്ടില്ല. ഉച്ചയ്ക്ക് സീതയും ശ്രീധരനും പോകാൻ തുടങ്ങിയപ്പോൾ അവർക്കൊപ്പം പോകണമെന്ന് വാശി പിടിച്ച് പൂവ് പോയതാണ്. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. കുറച്ചു മുന്നത്തെ താനായിരുന്നെങ്കിൽ മോളെ വഴക്ക് പറഞ്ഞാലും അവിടെ നിർത്തി അവർക്കൊപ്പം വിടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരോടൊന്നും അങ്ങനെ പറയാൻ തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും സ്നേഹമാണ് അവരൊക്കെ തന്നോടും കുഞ്ഞിനോടും കാണിക്കുന്നത്. പക്ഷേ ഇതിപ്പോ വൈകുന്നേരമായിട്ടും കുഞ്ഞിനെ കാണാഞ്ഞ് അവന് വല്ലാത്ത വെപ്രാളം തോന്നി തുടങ്ങി. അവസാനം നിക്കക്കള്ളി ഇല്ലാതെ വന്നതും ഹരി വീടിന്റെ മുൻവാതിലടച്ച് ശ്രീധരന്റെ വീട്ടിലേക്ക് നടന്നു.